ചോദിച്ചും പറഞ്ഞു പോവാം. ഞാനായിട്ട് നിങ്ങളെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് റിലവൻ്റ് ആയിട്ട് ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും ചിലപ്പോൾ വേറെ എന്തൊക്കെ പറയാനുള്ള തോന്നലുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചു തുടങ്ങട്ടെ. ഇപ്പോ ഞങ്ങൾ പഠിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള കോളേജാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹിക ബോധം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ശാസ്ത്രബോധത്തിൽ എന്താ പറയാ, മറ്റുള്ള സഹജീവികളെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ജനറൽ തോട്ട് ഞാൻ വന്നപ്പോ ഇവിടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജനറലി സയൻസ് പഠിക്കുന്ന എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ കാണാറുണ്ട്. അതാണോ ഈ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കോളേജുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ കോളേജുകളിൽ ഒരു അപ്പൊളിറ്റിക്കൽ ആവുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്? അങ്ങനെയല്ല. ഞാൻ പഠിച്ച കോളേജ് MES കോളേജ് കുറ്റിപ്പുറം അപാര പൊളിറ്റിക്കൽ കോളേജായിരുന്നു. ഞങ്ങള് SFI ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, MSF ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം നോക്കുമ്പോൾ SFIക്കാർ ചെടി വളർത്തുന്നു, KSUക്കാർ ചെടി വളർത്തുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുള്ള പട്ടി ഒളിപ്പിച്ചൊക്കെ ചെടി ഭയങ്കരമായിട്ട് സംസാരിക്കും. പാർട്ടി പ്രവർത്തനങ്ങൾ നടക്കുകയും അടിയടക്കുകയൊക്കെ ചെയ്യുന്ന കോളേജ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിനാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തലയിൽ സ്പേസ് കൂടുതലൊന്നുമില്ല ഒരു പൊളിറ്റിക്കൽ ആവാൻ. മരിച്ചു, പക്ഷെ രാജൻ മരിച്ചു പോയി. അപ്പൊ പക്ഷെ ഒന്ന് ആലോചിച്ചോണത്, ബഹാവുദ്ദീൻ സാർ ഇവിടുത്തെ പഴയ പ്രിൻസിപ്പൾ സംഭവം നടന്ന ഉടനെ പുള്ളി പോയി അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഓടിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ അതിനകത്തൊക്കെ തന്നെ പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പിന്നീട് ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ബോഡി പഞ്ചസാരയായിട്ട് കത്തിച്ചു ഒരു കുളത്തിന് സൈഡിൽ എന്ന് പറഞ്ഞു. അച്ഛൻ ആജീവനാന്തം ആ അച്ഛനെ കിട്ടിയിട്ടില്ല. രാജന്റെ അമ്മ മകൻ മരിച്ച വിവരം അറിയാതെ മാനസിക നില തെറ്റിയാണ് മരിച്ചു പോകുന്നത്. എപ്പോഴും മകന് കൊടുക്കാൻ വേണ്ടി ഒരു തുണ്ട് ഒരു കെട്ട് ചില്ലറ വെച്ചിരുന്നു, ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് എപ്പോഴും ഭക്ഷണം കരുതുമായിരുന്നു ആ അമ്മ. മകൻ എന്തെങ്കിലും തിരിച്ചു വന്നാലോ അത് രാത്രി വരുമ്പോൾ വിശന്നിരിക്കുമല്ലോ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ പുസ്തകം ഭയങ്കര ഫേമസ് ആണ്. അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ പറയുന്നത്. പുള്ളി പറയുന്നുണ്ട്, എന്റെ മകനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും പൊളിറ്റിക്കൽ അല്ലാതിരിക്കാൻ പറ്റില്ല. ആക്ച്വലി അതൊക്കെ നിങ്ങൾ വായിക്കണം. വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഭാഷ പുസ്തകം. ഇപ്പൊ ഈ പുസ്തകം ഈ കലാലയത്തിന് മാത്രം പറയാൻ പറ്റുന്ന വലിയൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ആ സാധനം. ഒരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനെ അടിച്ചു കൊന്ന കേസാണ്. അതിന്റെ ആ ബോഡി പോലും പിന്നീട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വലിയൊരു വൈരുദ്ധ്യം. പിന്നെ ഒരു കാര്യം പറയാലോ, അന്നത്തെ പ്രധാന കുറ്റാന്വേഷണ വിദഗ്ധൻ എന്ന് പറയുന്നത് മിസ്റ്റർ പേരെന്തായിരുന്നു, ജയറാം പടിക്കലായിരുന്നു. ഇവിടുന്ന് സ്കോട്ട്ലൻഡ് യാർഡിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചു വന്നതാണ്. അയാളുടെ കുറ്റാന്വേഷണം ഒന്നേ ഉള്ളൂ. ആളെ നിങ്ങളെ മുന്നിൽ മേശയുടെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നു, ഇയാൾ ഇരുന്നിട്ട് പെൻസിൽ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കറക്കും. ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞത് പുള്ളിക്ക് ഉത്തരം ശരിയല്ലാന്ന് തോന്നി ഈ പെൻസിൽ കയ്യിലെടുത്തിട്ട് നിങ്ങൾ മുഖത്ത് കുത്തും. നമുക്ക് ഒരു പ്രാവശ്യം കുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരുമ്പോൾ പേടിയാവും. പെൻസിലോട്ട് ആരെയും നിങ്ങൾ മുഖത്ത് കുത്തിയിട്ടുണ്ട്, അല്ലല്ലോ, നല്ല സുഖം. അങ്ങനെ മാനസികമായിട്ട് ആളുകളെ പീഡിപ്പിച്ചിരുന്ന മനുഷ്യനാണ്. പിന്നീട് അയാളുടെ മകൻ മരിക്കുന്നതൊക്കെ അയാൾ കാണേണ്ടി വന്നു. ക്യാൻസർ ബാധിച്ച് മരിച്ചു. അത് വേറെ സ്റ്റോറി. കർമ്മൈസ്. അപ്പം ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ കഥയുടെ ഒരു രത്നം ചുരുക്കം. വലിയ കഥയാണ്. ഇത് ഒരുപാട് ഇമോഷണൽ മൊമെന്റ്സിലെ വലിയൊരു കഥയാണ്. നിങ്ങൾ എപ്പിസോഡ് പറ്റിയെങ്കിൽ പോയി അത് കാണണം. ഇവിടെ ഉള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട എപ്പിസോഡാണ് രാജന്റെ കഥ.